സ്റ്റാർബക്സ്, ഒളിമ്പിക്സ്, അലിയൻസ്, ഓഡി, റോളക്സ്, പ്യൂമ, വാൾമാർട്ട്, ബെൻലി. അയ്യേ, ഈ ലോഗോ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇതുകൂടി കണ്ടോ? വാൾമാർട്ട്, നസ്റൈറ്റ്, ടൈഡൽ, ക്രിസ്, ചാനൽ, കപ്പ, ലൈൻ, മെറ്റ, സുസുക്കി, ലീ, ഹിൽട്ടൺ, ഗ്യാപ്, മിൽക്ക, ഫോർഡ്, മാർവൽ, പ്ലൂബ്, പ്ലൂട്ടൺ, പേപ്പാൽ, റെഡ് ബുൾ, ഏസർ, ഓറിയോ, ഐക്യ, സുബറു, ട്രിംബോസ്, റിലയൻസ്, റെൻഗോ, യൂണിയർ, കിയ. ഇനി ചില ബ്രാൻഡുകളുടെ ലോഗോ കണ്ടാൽ കൺഫ്യൂഷൻ അടിക്കും. ലോഗോസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ട്രിക്കി ആയിട്ടുള്ള ലോഗോസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ക്രോക്സും ലാക്കോസ്റ്റയും. കാരണം ഈ രണ്ട് ലോഗോസിലും ക്രോക്കഡൈൽ എന്ന് പറയുന്ന ഒരു അനിമലിനെയാണ് യൂസ് ചെയ്തിരുന്നത്. അത് രണ്ടും ഗ്രീൻ കളറും കൂടെയാണ്. ഓഡി ആൻഡ് ഒളിമ്പിക്സ്. ഇപ്പം ഓഡി ആണെങ്കിലും ഒളിമ്പിക്സ് ആണെങ്കിലും രണ്ടും റിങ്സ് ആണ് അവർ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ആയിട്ടുള്ള റിങ്സ്. അത് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുണ്ട്. വട്ടിയൂർക്കാവ് സൂര്യനഗർ സ്വദേശിയായ രമ്യ ശ്യാം ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ്. ഗിന്നസ് റെക്കോർഡ് എന്ന സുവർണ നേട്ടത്തിന് പ്രചോദനമായതാകട്ടെ അടുത്ത സുഹൃത്തും. ലോഗോ ബേസിക്കലി എനിക്കൊരു ഫ്രണ്ടുണ്ട്, ശ്രുതി എന്നാണ് പേര്. ശ്രുതി റീസെൻ്റ്ലി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു തോട്ട് വന്നത്. സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡെന്ന് കേൾക്കുമ്പോൾ അധികം ആർക്കും നോർമലായിട്ടുള്ള ഒരാൾക്ക് പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. സോ അങ്ങനെ ശ്രുതി അച്ചീവ് ചെയ്ത സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് ഈ ഒരു കാറ്റഗറിയിലേക്ക് വന്നത്. ഞാൻ കാറ്റഗറി ചൂസ് ചെയ്തിരിക്കുന്നത് മോസ്റ്റ് കമ്പനീസ് ഐഡൻറ്റിഫൈഡ് ബൈ ദെയർ ലോഗോസ് വിത്തിൻ 60 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയാണ്. അത് നേരത്തെ അച്ചീവ് ചെയ്തിരുന്നത് ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്, ലാറ ന്യൂനാൻ എന്നാണ് പേര്. അവർ 102 ലോഗോസാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്തിട്ടാണ് പുതിയ റെക്കോർഡ് സെറ്റ് ചെയ്തത്, 116 ലോഗോസ്. 8 മാസം കൊണ്ട് 500 ലോഗോ മനഃപ്പാഠമാക്കി. ജോലി തിരക്കിനും വീട്ടുകാര്യങ്ങൾക്കുമിടയിൽ രാപ്പകൽ ഭേദമില്ലാതെ കാഠിന്യമേറിയ പരിശീലനം.